നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 400 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി നോട്ട് 1. The division of society into dash varnas was based on division of land. സമൂഹത്തെ ഡാഷ് വർണ്ണങ്ങളായിട്ട് വിഭജിച്ച് തൊഴിൽ വിഭജനത്തെ ഏത് രീതിയിലാണ് തൊഴിൽ വിഭജനത്തെ അടിസ്ഥാനമാക്കിയിട്ട് വർണ്ണാസിനെ വിഭജിച്ചിട്ടുള്ളത്? 4 രീതിയിലാണ്. ഓക്കെ. For note 2, caste borrowing from, അതായത് ജാതി ഏത് ഇതിൽ നിന്നാണ് കടമെടുത്തത്? അപ്പൊ ആ ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ പോർച്ചുഗീസിൽ നിന്നുമാണ് കാസ്റ്റ് എന്നുള്ളൊരു വേർഡ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. For note 3, dash rights often the motive force behind Sanskritization is not of cultural limitation, but an expression of challenge and revolt against the socio-economic deprivation. അതായത് ഡാഷ് എന്ന് പറയുന്നത് പലപ്പോഴും പിന്നിലെ പ്രേതശക്തി സംസ്കൃതവൽക്കരണം എന്നത് സാംസ്കാരിക പരിമിതി കൊണ്ടല്ല, മറിച്ച് സാമ്പത്തിക അപര്യാപ്തതയ്ക്കെതിരെയായ വെല്ലുവിളികളുടെയും കലാപത്തിന്റെയും പ്രകടനമാണ്. ഇതായിരുന്നു അങ്ങനെ പറഞ്ഞത് ഹാരോൾഡ് ഫുൾ ആണ്. ഹാരോൾഡ് ഫുൾ. For note 4, what is the appropriate population of Hindu in India? ഇന്ത്യയിലെ ഹിന്ദുവിന് എത്രത്തോളം അല്ലെ അവരുടെ പോപ്പുലേഷൻ എത്ര പെർസെന്റേജ് ആണെന്നാണ് ഇന്ത്യയിൽ? 83% ആണ്. For note 5, to which civilization can the roots of Hinduism be traced? ഏത് നാഗരികതയിലേക്കാണ് ഹിന്ദുമതത്തിന്റെ പേരുകൾ കണ്ടെത്താൻ കഴിയും? കരം ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പ സിവിലൈസേഷൻ. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ആൻസർ. For note 6, where are the followers of Zoroastrianism in India? സൊറാസ്ട്രിയനിസത്തിന്റെ അനുയായികൾ ഇന്ത്യയിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റിലീജിയൻ ഓഫ് പ്രീ ഇസ്ലാമിക് ഇറാൻ. പ്രീ ഇസ്ലാമിക് ഇറാൻ മതത്തിന്റെ പേര് എന്തായിരുന്നു എന്നുള്ളത്? അതായിരുന്നു സൊറാസ്ട്രിയനിസം എന്ന് പറയുന്നത്. For note 8, Harshavardhana and the Pala Emperor provided a lot of patronage to, അതായത് ഹർഷവർദ്ധനും പാല ചക്രവർത്തിമാരും ധാരാളം ഭിക്ഷകൃത്വം നൽകിയത് ഇതിനായിരുന്നു, ആർക്കായിരുന്നു എന്നാണ്. അവര് ബുദ്ധിസത്തിനായിരുന്നു അത്രത്തോളം ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. Next question. For note 9, Dash believes in 24 Tridangadas. അപ്പോൾ ആർക്ക് 24 Tridangadas ഉണ്ടായിരുന്നത്? ജൈന മതത്തിന്. For note 10, Dash is monotheistic faith. അതായത് ഒരു ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും കറക്റ്റ് ആണ്. For note 11, which are the pillars of Islam? ഇസ്ലാമിന്റെ തൂണുകൾ, പില്ലേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ്. എല്ലാം ശരിയാണ്. ഷഹാദത്ത് ആൻഡ് സലാത്ത്, സക്കാത്ത്, ഹാജി എല്ലാം കറക്റ്റ് ആണ്. All this above. For note 12, there are dash sects in Jainism. ജൈനിസത്തിന്റെ എത്ര വിഭാഗങ്ങളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. 2 വിഭാഗങ്ങളാണ്. ദിഗംബരന്മാരും ശ്വേതംബരന്മാരും അല്ലെ. For note 13, what percentage of Indian population follows Islam? ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇസ്ലാം പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്നത്? 13% ആണ്.
414, to surrender to God, law, and thus to be integral one is the meaning of the term. അതായത് ദൈവത്തിന്റെ നിയമത്തിന് കീഴടങ്ങുകയും അങ്ങനെ ഒരു അവിഭാജ്യ പൂർണ്ണമാകുകയും ചെയ്യുക എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. 415, ഡാഷ് എ പാർട്ട് ഓഫ് ദി ജൈമിനി സിസ്റ്റം ഇൻ Indian villages. ഡാഷ് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ജൈമിനി സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാകുന്നത് എന്തായിരുന്നു? അതിന്റെ ആൻസർ വരുന്നത് ഇസ്ലാമാണ്, മുസ്ലിമാണ്. 416, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദി ടേം സിഖ്? അപ്പൊ സിഖിന്റെ മീനിങ് എന്താണ്? ഡിസിപ്പിൾ എന്നാണ്, അതായത് ശിഷ്യൻ. 417, which refers to the Islamic practice of fasting. ഇപ്പൊ നോമ്പ് എന്ന ഇസ്ലാമിക ആചാരത്തെ സൂചിപ്പിക്കുന്നത്, അതാണ് സോൺ എന്ന് പറയുന്നത്. Which is the Islamic practice giving a lamb or eating, which is usually done around a month of Ramzan. റംസാൻ മാസത്തിൽ സാധാരണയായി ചെയ്യുന്ന ദാനം അല്ലെങ്കിൽ ദശാംശം നൽകുന്ന ഇസ്ലാമിക ആചാരത്തിന് എന്താണ് പറയുന്നത്? അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. 419, as per 2001 preliminary census report, literary rate in our country is. 2001 പ്രാഥമിക സെൻസസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തെ സാക്ഷരതാ നിരക്ക് എത്ര പെർസെന്റേജ് ആണ്? 65% ആണ്. 2011 സെൻസസ് റിപ്പോർട്ട് ഈസ് 2001 റിപ്പോർട്ട് എത്ര പെർസെന്റേജ്? 54% ആണ്. 2020 for note 21, which state of our country has highest literacy? For ഏത് സ്റ്റേറ്റ് ആണ് ഹയസ്റ്റ് ലിറ്ററസി ഉള്ളത്, സാക്ഷരത കൂടുതലുള്ളത്? നമ്മുടെ കേരളം. For note 22, which state is above country has lowest literacy? അപ്പൊ സാക്ഷരത ഏറ്റവും കുറവുള്ളത് രാജസ്ഥാനിലാണ്, ഏറ്റവും കൂടുതലുള്ളത് കേരളയാണ്. For note 23, the number of illiterate in the age group of 6 to 40 years in our country. നമ്മുടെ രാജ്യത്തെ 6 to 14 വയസ്സിനിടയിലുള്ള നിരക്ഷരരുടെ എണ്ണം. ഒരു ക്രോസിനും 4 ക്രോസ് ആണ് ആൻസർ വരുന്നത്. Next question. Percentage of people below poverty line in our country. Below poverty line. അപ്പൊ ദാരിദ്ര്യത്തിന് പിന്നിലുള്ള നമ്മുടെ കൺട്രിയിൽ എത്ര പെർസെന്റേജ് ആണ്? 43% ആണ്. The growth rate of population of our country. Next question, 425, the growth rate of population in our country. Option B ആണ് 2.0% ആണ്. 426, one of the classic example of water pollution in India is the river. അതായത് ഇന്ത്യയിലെ ജലമലിനീകരണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നായിട്ടുള്ള നദി ഏതാണ്? ഗംഗയാണ് ആൻസർ. 427, name socio-economic problems related to population explosion. ജനസംഖ്യാ വിസ്ഫോടനവുമായി ബന്ധപ്പെട്ട സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പേര് നൽകാനാണ് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ പറയാം നമുക്ക്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇല്ലിറ്ററസി, അല്ലെ? എല്ലാം ശരിയാണ്. 428, India is one of the dash nations of the modern world. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മോഡേൺ വേൾഡിൽ ഏത് തരം നാഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഡെവലപ്പിംഗ് ആണ്. 429, corruption is making wealth through dash acts. അതായത് അഴിമതി പ്രവൃത്തികളിലൂടെ
എന്ത് ചെയ്യുന്നുണ്ട്? ഡാഷ് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇല്ലീഗൽ ആയിട്ട് അല്ലെ, നിയമവിരുദ്ധമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നത് അഴിമതിയിലൂടെ. അതാണ് ഈ കറപ്ഷൻ ഈസ് പ്രിവലന്റ് ഇൻ ഡാഷ് കോർണേഴ്സ് ഓഫ് അവർ കൺട്രി. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഏത് കോണുകളിലൂടെയാണ് കൂടുതൽ അഴിമതി ഉണ്ടാവുന്നത് എന്നാണ് എല്ലായിടത്തും അല്ലെ, എവിടെയാണ് ആൻസർ വരുന്നത്? 31 ഡാഷ് ഈസ് ദി സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഓഫ് ദി വേൾഡ്. അപ്പൊ നമ്മുടെ വേൾഡിലെ മോസ്റ്റ് പോപ്പുലസ് കൺട്രി, ഏറ്റവും ജനസംഖ്യയിൽ ഏറ്റവും രണ്ടാമത്തെ അല്ലെ, കൂടി രണ്ടാമത്തെ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഫസ്റ്റ് ചൈന അല്ലെ. 432 in our country education institutions are dash from corruption. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡാഷ് അഴിമതി അല്ലെ, ഏത് അഴിമതിയാണ് കാണാനായിട്ട് സാധിക്കാം? അഴിമതി ഉണ്ടോ? നോട്ട് ഫ്രീ ആണ് ആൻസർ വരുന്നത്. അഴിമതി ഇല്ല. കേരള ഡാഷ് പെർസെന്റേജ് ഇൻ ലിറ്ററസി റൈറ്റ്. ഇപ്പൊ കേരളത്തില് സാക്ഷരതാ നിരക്ക് എത്ര പെർസെന്റേജ് ആണ്? ആൻസർ 19.86 ആണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ് ദി സതി പ്രൊഹിബിഷൻ ആക്ട്? ഏത് ഇയറിലാണ് സതി നിർത്തലാക്കിയത്? 1829 ആണ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി റിഫോമർ ഹൂ നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ചൈൽഡ് മാരേജ് റെസ്ട്രിക്റ്റഡ് ആക്ട് ഓഫ് 1929? ഇപ്പൊ 1929 ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ അല്ലെ, ആരായിരുന്നു അത്? ഒരു നിയമം അല്ലെ, ആ ഒരു റിഫോമർ ആരായിരുന്നു? അൽബർട്ട് സർദാർ ആണ് ആൻസർ. Who among the following said Swaraj without social reforms was not a meaningful proposition? താഴെ പറയുന്നവരിൽ ആരാണ് സാമൂഹ്യ പരിഷ്കരണം ഇല്ലാത്ത സ്വരാജ് അർത്ഥവത്തായ ഒരു നിർദ്ദേശമല്ല എന്ന് പറഞ്ഞു? ഗാന്ധിജി ആണ്. 437 Who started the first school for Dalit girls in Maharashtra? അപ്പൊ ആരായിരുന്നു മഹാരാഷ്ട്രയിൽ ദളിത്സിന് വേണ്ടിയിട്ട് ദളിത് ഗേൾസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്കൂൾ സ്ഥാപിച്ചത്? ജ്യോതിബ ഫൂലെയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38. The Hindu Marriage Act of Dash created a provision for divorce. അപ്പൊ ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹമോചനത്തിനുള്ള ഒരു വ്യവസ്ഥ അല്ലെ, അത് ഏത് ഇയറിലായിരുന്നു? 1955 ആണ്. What is the sex ratio in India as per 2001 census? 2001 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്ര പെർസെന്റേജ് ആണ്? എത്രയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 933 ആണ്. The female literacy rate according to the census of 2001 is dash percentage. അപ്പൊ 2001 സെൻസസ് പ്രകാരം ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്ര പെർസെന്റേജ് ആണ്? 54.60% ആണ്. The only state of India where there are more women than men is dash. പുരുഷന്മാരേക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856 ചൈൽഡ് മാരേജ് റിസ്ട്രിക്ഷൻ ആക്ട് കൊണ്ടുവന്നത് 1929 ഹിന്ദു വുമൻസ് റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി ആക്ട് അല്ലെ, വുമൻസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി സ്വത്തവകാശ നിയമം 1937 ഹിന്ദു മാരേജ് ആക്ട് 1955 ആണ്. ഹിന്ദു സക്സഷൻ ആക്ട്, പിന്തുടർച്ചാവകാശം 1956 ആണ്. The Suppression of Immoral Traffic in Women and Girl Act, സ്ത്രീകളിലും പെൺകുട്ടികളിലും അധാർമിക ഇത് തടയാൻ വേണ്ടിയിട്ടില്ല, അധാർമികത്വം ആ ഒരു ഇത് തടയാൻ വേണ്ടിയിട്ടുള്ളത് ഏതായിരുന്നു? 1956 to 57 ആക്ട് ആയിരുന്നു. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം 1961. Which amendment to the Constitution of India have provided for reservation of seats in local bodies of panchayat and municipalities for women? അപ്പോൾ നമ്മുടെ ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുകളിൽ സ്ത്രീകൾക്കായിട്ട് സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്?
73 and 74 അമെൻമെന്റ് പ്രകാരമാണ്. നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഏത് ഇയർ ആണ്? 1986 ആണ്. A family where the father has power and authority is called. അപ്പോ ഒരു ഫാമിലിയിൽ പിതാവിന് കൂടുതൽ പവർ അധികാരമൊക്കെ ഉള്ളത് ഏത് രീതിയിൽ നമ്മൾ അതിനെ എന്ത് പറയും? പാട്രിയാർക്കൽ അല്ലെ. 452, which to the Constitution of India have provided for reservation of seats in local bodies. ഇന്ത്യൻ ഭരണഘടനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് സംവരണം ചെയ്യാൻ അനുവദിച്ച വർഷം 1993 ആണ്. Next, feminism is defined as the belief of the dash equality of men and women. സ്ത്രീ പുരുഷ സമത്വത്തിന്റെ വിശ്വാസമാണ് ഫെമിനിസത്തെ അങ്ങനെ നിർവചിച്ചത്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കോണമിക്. Sex is the dash difference between men and women. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് ഏത് തരത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഏത് തരത്തിലുള്ള വ്യത്യാസമാണ്? ബയോളജിക്കൽ ആണ്. A housework is generally considered, ഒരു വീടിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടു ജോലി എന്ന് പറയുന്നത് പൊതുവെ എങ്ങനെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്? അൺപ്രൊഡക്റ്റീവ് ആയിട്ടാണ് അല്ലെ. പ്രൊഡക്റ്റീവ് നമുക്കൊന്നും കിട്ടുന്നില്ല. 456, dash defines gender equality as leaving the playing field for girls and women by ensuring that all children have equal opportunity to develop their talents. ഡാഷ് എന്ന് പറയുന്നത് ലിംഗസമത്വത്തിൽ നിർവചിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വാലിറ്റിയാണ് നൽകുന്നത് അല്ലെ, അവരുടെ ടാലൻസിനനുസരിച്ച്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? യൂണിസെഫ് ആണ്. ഡിഫറെന്റ് ഇമേജ് given by society to men and women called. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമൂഹം നൽകുന്ന വ്യത്യസ്ത ചിത്രങ്ങൾ അല്ലെ, നമ്മൾ അതിനെ പൊതുവായിട്ട് എന്ത് പറയും? ജെൻഡർ എന്ന് പറയും. Which article in the Constitution of India prohibits gender discrimination? ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിൾ ആണ് ലിംഗവിവേചനം നിരോധിക്കുന്നത്? 51 ആണ്. 459, the National Commission for Women was set up by of Parliament in dash to safeguard the rights and legal entitlement of women. സ്ത്രീകളുടെ അവകാശങ്ങളും നിയമപരമായ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി പാർലമെന്റ് ആണ് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. ആരാണ്? ഏത് ഇയർ ആയിരുന്നു? 1993 ആണ്. The principle of gender equality is enshrined in the Indian Constitution in its preamble. ലിംഗസമത്വത്തിന്റെ തത്വം ഇന്ത്യൻ ഭരണഘടനയിൽ അതിന്റെ ആമുഖത്തിൽ പ്രതിപാദിച്ചത് ഏതിലായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, കടമകൾ എല്ലാത്തിലും ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി പറയുന്നു. Families which depend only on the earning of women are called dash. സ്ത്രീകളുടെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങളെ നമ്മൾ പറയുന്നത് എന്ത്? ഫീമെയിൽ ഹെഡഡ് ഹൗസ് ഹോൾഡ്സ് എന്നാണ്. Lessons which convey the meaning that a man's place is outside and woman's place inside the home are examples of dash. പുരുഷന്റെ ഇടം പുറത്താണെന്നും സ്ത്രീകളുടെ ഇടം വീടിനുള്ളിലാണെന്നും അർത്ഥം നൽകുന്ന പാഠങ്ങൾ. അതേ നമ്മൾ എന്ത് പറയാം? ജെൻഡർ ബയാസ് എന്ന് പറയും, അതായത് ലിംഗപക്ഷപാതം. The first known use of the word gender was listed as dash C. ലിംഗഭേദം എന്ന വാക്കിന്റെ ആദ്യമായിട്ട് അല്ലെ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് വർഷം 1387 Who was the first chief architect of the Indian Constitution? Indian Constitution ഫസ്റ്റ് ആർക്കിടെക്ട് ആരായിരുന്നു? ബി ആർ അംബേദ്കർ ആണ്.
Who was the drafting committee chairman? അപ്പൊ drafting committee chairman ആരായിരുന്നു? B.R. അംബേദ്കർ തന്നെയാണ്. ഫുൾ ഫോം ഓഫ് ട്രൈഫെഡ്. ട്രൈഫെഡിന്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. Deprivation is dash rights and freedom the poor and dependents. ഇവിടെ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദരിദ്രന് ആശ്രയിക്കുന്നതുമായ അവകാശങ്ങൾ പറഞ്ഞിട്ട് അല്ലെ, സ്വാതന്ത്ര്യവുമാണെന്ന് പറയുന്നുണ്ട്. എന്താണ്? സ്നാച്ചിങ് എവയാണ്, അതായത് തട്ടിയെടുക്കലാണ്. നെക്സ്റ്റ്, ഷെഡ്യൂൾ കാസ്റ്റ് പെർഫോം ഡാഷ് ഓക്യുപ്പേഷൻ. പട്ടികജാതി നിർവഹിച്ച് അവരുടെ തൊഴിൽ എന്തായിരുന്നു? ഇവരുടെ തൊഴിൽ എന്ന് പറഞ്ഞ അൺക്ലീൻ ആണ്. Scheduled caste had to suffer from a number of disabilities due to dash. ഇനി പറയുന്ന കാരണങ്ങൾ പട്ടികജാതിക്കാർക്ക് നിരവധി വൈകല്യം അനുഭവിക്കേണ്ടി വന്നു. ഏതായിരുന്നു? അൺടച്ചബിലിറ്റി ആയിരുന്നു. The largest concentration of dash population is in tribals. ഡാഷ് ജനസംഖ്യയുടെ ഏറ്റവും വലിയ കേന്ദ്രീകരണം ആദിവാസി വിഭാഗത്തിലാണ്. ഏതിലായിരുന്നു? STS ആയിരുന്നു, ST വിഭാഗക്കാരിലായിരുന്നു. ഡാഷ് വാസ് എക്കോണമിക് ആക്ടിവിറ്റീസ് ഓഫ് ട്രൈബൽസ്. അപ്പൊ അവരുടെ ട്രൈബൽസിന്റെ എക്കോണമിക് ആക്ടിവിറ്റി എന്തായിരുന്നു? ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു, അതായത് വേട്ടയാടലും ശേഖരിക്കലും. ലോ ആൻഡ് ഈസ് കോൾഡ്. ലോ എന്ന് പറയുമ്പോൾ ഡൺ ആണ്. Who had popularized the term ഹരിജൻ? അതായിരുന്നു ഹരിജൻ എന്ന വാക്ക് പറഞ്ഞത്. ഗാന്ധിജി ആയിരുന്നു. ഹരിജൻ എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു ഇവരെ പറ്റിയിട്ട് ദളിത്സിനെ ആയിരുന്നു ഹരിജൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. The Himalayan tribes suffer from dash due to lack of ideal. ഹിമാലയൻ ഗോത്രങ്ങള് ഇതിന്റെ അഭാവം മൂലം, എന്തിന്റെ അഭാവം മൂലമാണ് അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്? വെരി പ്ലാന്റ്സ് വാട്ടർ അല്ലെ. ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്. അപ്പൊ ഷെഡ്യൂൾ ട്രൈബ്സിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം, ലാൻഡ് ഇല്ല, പോവേർട്ടി ഉണ്ട് അല്ലെ, കൾച്ചറൽ പ്രോബ്ലം എല്ലാം പ്രശ്നമായിരുന്നു. ഷെഡ്യൂൾ കാസ്റ്റ് യൂസ് വാട്ടർ ഓഫ് ഡാഷ് വെൽസ് ആൻഡ് പട്ടികജാതിക്കാർ ഡാഷ് കിണറുകളുടെയും കുളത്തിന്റെയും ജലമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് OBC. OBCയുടെ ഫുൾ ഫോം അതർ ബാക്ക്വേർഡ് ക്ലാസ്. മണ്ഡൽ കമ്മീഷൻ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ. മണ്ഡൽ കമ്മീഷൻ നിലവിൽ വന്നത് 1979 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1993 മെജോറിറ്റി ഓഫ് OBCs അനക്സർ ഫസ്റ്റ് ആർ. അനക്സർ ഒന്നില് OBCയുടെ ഭൂരിഭാഗവും എന്ന് പറയുന്നത് ബോത്ത് B and C ആണ്, അതായത് മാർജിൻ ഫാമേഴ്സും സ്മോൾ ഫാമേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. OBCs occupy that position in caste system. അപ്പൊ OBCക്കാരെ നമ്മൾ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഏത് പൊസിഷനിലായിരുന്നു പറഞ്ഞിരുന്നത്? മിഡിലായിരുന്നു. Giving and taking dowry is punishable offense as per Anti-Dowry Act. അപ്പൊ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സ്ത്രീധന വിരുദ്ധ നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഏത് ഇയറിലാണ്? 1976. Dash has defined dowry as the property which a man received from his wife or her family at the time of his marriage. ഡാഷ് ഒരു പുരുഷൻ തന്റെ ഭാര്യയിൽ നിന്നോ അവളുടെ കുടുംബത്തിൽ നിന്നോ വിവാഹ സമയത്ത് ലഭിക്കുന്ന സ്വത്താണ് സ്ത്രീധനം എന്ന് നിർവചിച്ചിരിക്കും. ആരായിരുന്നു അങ്ങനെ പറഞ്ഞത്? മാക്സ് സ്ട്രേഡിനാണ്. വിച്ച് ഇസ് ദി പ്രോബ്ലം ഓഫ് സ്ട്രീറ്റ് ചിൽഡ്രൻ. അപ്പൊ സ്ട്രീറ്റ് ചിൽഡ്രന്റെ പ്രോബ്ലം എന്തായിരുന്നു? അബ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പോവേർട്ടി ഉണ്ടായിരുന്നു, എല്ലാം ശരിയാണ്. വിച്ച് ഇസ് ദി ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ. ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ ഏതായിരുന്നു? ക്ലാസ് കമ്മീഷൻ എന്ന് പറയുന്നത് കൽക്കർ കമ്മീഷൻ ആയിരുന്നു. ദി ഗവൺമെന്റ് ഫോം ദി ഫസ്റ്റ് കമ്മിറ്റി കോൾഡ് ഡാഷ് ടു സ്റ്റഡി ദി ഇഷ്യൂ ഓഫ് ചൈൽഡ് ലേബർ ടു സ്റ്റഡി ദി ഇഷ്യൂ ടു ടോപ്പ് ഇറ്റ്. ഇപ്പൊ ബാലവേലയുടെ പ്രശ്നം പഠിക്കാൻ
വേണ്ടിയിട്ട് അത് പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി ഏതായിരുന്നു? കുരുപ്പാടസ്വാമി കമ്മിറ്റി ആയിരുന്നു. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് വാസ് ഇംപ്ലിമെന്റ് അപ്പോൾ ഇപ്പൊ ബാലവേല നിയന്ത്രണപരമായ നിയമം കൊണ്ടുവന്നത് 1976-ലാണ്. Person earning wages below the age of dash years are called child labor. ഇപ്പൊ വയസ്സ് താഴെയുള്ള വേതന ലഭിക്കുന്ന വ്യക്തിയെ ബാലവേല എന്ന് വിളിക്കുന്നുണ്ട് അല്ലെ. ഏത് വയസ്സിന് താഴെയുള്ളതാണ് ചോദിക്കുന്നത്? 14 വയസ്സിന് താഴെയുള്ളവർ. സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ തെരുവിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അല്ലെ. എന്ത് പറയാം? നെബി, ഓർഫൻസ്, ട്രാപ്പഡ് ചിൽഡ്രൻ എന്നെല്ലാം പറയാം അല്ലെ. എല്ലാ തരത്തിലും വന്നവരായിരിക്കാം. നോബീസീസ് ഓഫ് അനക്സർ ഫസ്റ്റ് ഡാഷ് ഡെവലപ്ഡ് എക്കോണമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി. എക്കോണമിക്കലി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും അവർ വളരെ താഴെയുള്ളവരായിരിക്കും. The first backward classes commission headed by Dash submitted its report in 1953. 1951 ഒബിസികൾ ഡാഷ് സാമ്പത്തിക വിദ്യാഭ്യാസപരമായിട്ട് വികസിപ്പിച്ചെടുത്തത് അല്ലെ. വളരെ കുറവായിരുന്നു. നേതൃത്വത്തിൽ ആദ്യത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1953 അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? താക്കർ കലേക്കറായിരുന്നു. സ്ട്രീറ്റ് ചിൽഡ്രൻ ലൈഫ് സെയിം. അപ്പൊ അവരെവിടെയാണ് താമസിക്കുന്നത്? ഒന്നിലെ ബിൽഡിങ്സിലാവും, അല്ലെങ്കിൽ കണ്ടെയ്നർ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിലെ എവിടെ വേണമെങ്കിലും. അവർക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, തെരുവിലെ കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് താമസിക്കാനായിട്ട് ഇടമില്ല. പ്ലൂറലിസം മീൻസ് ബഹുസ്വരത എന്ന് പറയുന്നത് എന്താണ്? പലതരത്തിലുണ്ട്, മെനിയാണ്. ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ സാംസ്കാരിക ബഹുസ്വരതയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യ. കൾച്ചറൽ pluralism has been termed by Dash his discovery in India as unity in diversity. ഇന്ത്യയുടെ സാംസ്കാരിക ബഹുസ്വരത ഡാഷ് എന്ന അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ കണ്ടെത്തൽ എന്നതിൽ ജ്ഞാനത്വത്തിൽ ഏകത്വം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരായിരുന്നു അങ്ങനെ പറഞ്ഞു? പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. India has been divided into dash state and dash union territories. ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ എണ്ണം, യൂണിയൻ ടെറിട്ടറികളുടെ എണ്ണം 28 and 7 യൂണിയൻ ടെറിട്ടറീസ്. അത് മാറിയിട്ടുണ്ട് അല്ലെ. 9 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. The term ethnocentrism was coined by ethnocentrism എന്ന പദം ഉപയോഗിച്ചത് ആരായിരുന്നു? M.G. Sumner. The idea of a cultural lag was developed by cultural lag എന്ന സാംസ്കാരിക ലാഗ് ആ ഒരു വേർഡ് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തത് ആരായിരുന്നു? W.F. Osborne ആയിരുന്നു. The basic institutions of societies. സമൂഹങ്ങളുടെ അടിസ്ഥാന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫാമിലി, റിലീജിയൻ, സ്റ്റേറ്റ് എല്ലാം ശരിയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.